തിരുവനന്തപുരം DC പ്രസിഡന്റിന്റെ ചുമതല എൻ ശക്തന് പാലോട് രവി രാജിവെച്ചതിനെ തുടർന്നാണ് സലീം മാലിക് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സലീം. തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല എൻ ശക്തന് നൽകിക്കൊണ്ട് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. നിലവിൽ ഈ പാലോട് രവി മാറിയതിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലിക ചുമതല ആരെങ്കിലും ഏൽപ്പിക്കണോ അതോ സ്ഥിരമായ ഒരു DCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുവരെ കാത്തിരിക്കണോ എന്നുള്ളതായിരുന്നു നേരത്തെ ആദ്യഘട്ടത്തിൽ KPCCക്ക് മുൻപിൽ ഉണ്ടായിരുന്ന ആലോചന. പക്ഷേ മുതിർന്ന ഒരു നേതാവിനെ തന്നെ ചുമതലയിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എൻ ശക്തനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിലെ നേതാക്കളിൽ ഒരാളാണ്. മുൻപ് സമാനമായി തന്നെ സ്പീക്കറുടെ ചുമതലയും ഒരു താൽക്കാലികക്കാരന്റെ അവസരത്തിലായിരുന്നു എൻ ശക്തനിലേക്ക് വന്നു ചേർന്നത്. ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന എൻ ശക്തൻ G കാർത്തികേയന്റെ മരണത്തോടു കൂടിയാണ് സ്പീക്കറുടെ ചുമതലയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 2015 ആ നിലയിൽ സ്പീക്കറുടെ ചുമതലയിലേക്ക് എൻ ശക്തൻ എത്തിയത്. സമാനമായി തന്നെ മുൻപ് അങ്ങനെ ഒരു പകരക്കാരനായി എത്തിയതുപോലെ എൻ ശക്തന് വീണ്ടും പാർട്ടി മറ്റൊരു ചുമതല കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എൻ ശക്തനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള നേതാവാണ്. കാട്ടാക്കട മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ എൻ ശക്തന് പാർട്ടിയിലെ നിലവിലുള്ള പ്രശ്നങ്ങളിൽ താൽക്കാലികമായെങ്കിലും ഈ വിഭാഗീയത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ള നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.